ഈശോ പറഞ്ഞു, ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു കാര്യം, അധ്വാനിച്ചിട്ട് ഫലം കിട്ടാത്ത ഒരു രാത്രി ഉണ്ടായിരുന്നു അവർക്ക്, അല്ലേ? അപ്പൊ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം അറിയാമെങ്കിൽ പറയണം കേട്ടോ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞങ്ങ് പോകുക, അതാണ് അതിൻ്റെ ഒരു രസം. അധ്വാനിച്ചിട്ട് ഫലം കിട്ടാത്ത ഒരു രാത്രിയിൽ ഈശോ അവരോട് എന്നാ പറഞ്ഞേ? നിങ്ങൾ എവിടെ വലയിടണം എന്നാ പറഞ്ഞേ? വലതുവശത്ത് വലയിട്ടു. വലതുവശത്ത് വലയിട്ടപ്പോൾ കൂടുതൽ അവർക്ക് ഫലം കിട്ടി എന്ന് പറഞ്ഞതുപോലെ വലതുവശം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ വലതുവശത്ത് വലയിടുന്നതിനെ കുറിച്ച് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. വലതുവശം നമ്മളുടെ ആത്മീയ ജീവിതത്തിൽ, നമ്മുടെ സഭാപരമായ ജീവിതത്തിൽ, കൂദാശകളുടെ ജീവിതത്തിലെല്ലാം വലതുവശത്തിന് പ്രാധാന്യമുണ്ട്. വലതുവശത്ത് കല്യാണം കഴിക്കുമ്പം 2 കരങ്ങൾ കൂട്ടിപ്പിടിക്കാൻ പറയും. ഏത് കരങ്ങളാണ് കൂട്ടിപ്പിടിക്കാൻ പറയുന്നത്? വലതുവശത്ത് കൂട്ടിപ്പിടിക്കാൻ പറയുന്നത്. അതിൽ വൈദികർ ആശീർവാദം നൽകുമ്പോൾ എല്ലാം ഏത് കരങ്ങൾ കൊണ്ട് ആശീർവാദം തരുന്നേ? വലതുവശം കൊണ്ട്. ഇനി അന്ത്യവിധിയിൽ ഈശോ വരുമ്പം വലതുവശത്ത് നിൽക്കുന്നവർക്കും ഇടതുവശത്ത് നിൽക്കുന്നവർക്കും അവർ രണ്ടുപേരെയും 2 പേരാണ് വിളിക്കുന്നത്, അല്ലേ? നിങ്ങൾക്കറിയാം. അപ്പോൾ വലതുവശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് വലതുവശത്ത് വലയിടുന്നതിനെ കുറിച്ചാണ് നമ്മൾക്ക് പഠിക്കാൻ പോകുന്നത്. വിശുദ്ധ കുർബാന എല്ലാവരും പങ്കെടുക്കുന്ന, പ്രത്യേകിച്ച് ധ്യാന കേന്ദ്രത്തിൽ വരുന്നവർ വിശുദ്ധ കുർബാന വളരെ ആഘോഷമായി പങ്കെടുക്കുന്ന ഒന്നാണ്. അതിൽ നമ്മൾ അൽമായര് കൂടുതൽ ഫലം എങ്ങനെയാണ് എടുക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. വിശുദ്ധ കുർബാന അർപ്പിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ പറയാമോ? കാരണം ചുമ്മാ കുഞ്ഞി ചോദ്യം, അത് കേട്ടില്ല. അത് പറഞ്ഞിട്ട് നമ്മൾ കുർബാന അർപ്പിക്കുന്നത്. അന്ന് പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പനയാണത്. അപ്പോൾ വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റുമോ? അപ്പോൾ ഇല്ല. മാറി നിന്നാൽ നമ്മൾ കർത്താവിൻ്റെ കൽപ്പനയെ അനുസരിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിശ്വാസിക്ക്, ഒരു സഭാ ജീവിതത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് വിശുദ്ധ കുർബാന ഒരു കാരണവശാലും ഒഴിവാക്കാൻ പറ്റില്ല. കാരണം വിശുദ്ധ കുർബാന അർപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്. ഏതാ കൽപ്പന? അതും പറയുന്നുണ്ട് കുർബാനയിൽ. നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യണം. ഇപ്പോൾ ദേവാലയത്തിൽ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ആരുടെ നാമത്തിലാണ്? ഈശോയുടെ നാമത്തിലാണ്. അപ്പോൾ വിശുദ്ധ കുർബാന വളരെ പ്രധാനപ്പെട്ട, അർപ്പിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കി വെച്ചു. അതിൽ നിന്ന് നമുക്ക് ഒഴിവുകഴിവില്ല. അത് അർപ്പിക്കാതെ ഒരു വിശ്വാസി നിത്യജീവിതത്തിലേക്ക് എത്തുകയില്ല. കാരണം നിത്യജീവിതത്തിലേക്ക് എത്താനുള്ള ഒരു എളുപ്പമാർഗമാണ് വിശുദ്ധ കുർബാന. കാരണം വേറെ വഴികളൊക്കെ, ഒരുപാട് വഴികൾ പറഞ്ഞിട്ടുണ്ട് എങ്കിലും മറ്റു വഴികളിലൂടെ സഞ്ചരിച്ച് എത്താൻ പറ്റാത്ത ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ ശരീരരക്തങ്ങളുടെ യോഗ്യതയാൽ നിത്യജീവിതത്തിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം ഈശോ നമ്മളെ പഠിപ്പിച്ചതാണ് വിശുദ്ധ കുർബാന അർപ്പണം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല അതിൽ നിന്ന്. പിന്നെ വിശുദ്ധ കുർബാന ഫലപ്രദമാകണമെങ്കിൽ രണ്ടാമത്തെ കാര്യം നമ്മൾ പറയുന്നുണ്ട്. വിശുദ്ധ കുർബാന ഫലപ്രദമാകണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് നമ്മൾ തന്നെയാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ബലി അർപ്പിക്കാം. നമ്മൾ തന്നെ തിരിച്ചു പറയണേ. ഇത് കൂടുതൽ ഫലമാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന്? അനുരഞ്ജിതരായി തീർന്നിടാം, നവമൊരു പീഠമൊരുക്കിയിടാം, ഗുരുവിൻ സ്നേഹമൊടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അല്ലേ? അപ്പൊ ഈ 3 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന്, അനുരഞ്ജനം എന്നുള്ളത് വിശുദ്ധ കുർബാന കൂടുതൽ ഫലം തരുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. എന്ത്? അനുരഞ്ജനം. നീ ബലിയർപ്പിക്കാൻ വരുന്നതിന് മുമ്പ് നിനക്ക് ആരോടെങ്കിലും തോന്നിയാൽ അറിയാം. അപ്പൊ അനുരഞ്ജനം വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ ആ സമയത്ത് നമ്മളവിടെ നിൽക്കുമ്പോൾ പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന നമുക്ക് കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ, അതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ആരോടും വിരോധം പാടില്ല, അല്ലെങ്കിൽ
അനുരഞ്ജനമില്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം ആ സമയത്ത് നമുക്ക് ഒന്ന് പ്രാർത്ഥിക്കാം. അവിടെ നിന്നിട്ട് വിചാരത്താൽ, വാക്കാൽ, ചിന്തയാൽ, പ്രവൃത്തിയാൽ, ഉപേക്ഷയാൽ, നോട്ടത്താൽ, ശ്രവണത്താൽ, സംസാരത്താൽ, സ്പർശനത്താൽ, അവയ്ക്കുള്ള ആഗ്രഹത്താൽ, ജഡികാസക്തിയാൽ, ഭക്ഷണാസക്തിയാൽ, ദ്രവ്യാസക്തി, അസൂയ, കോപം, അഹങ്കാരം, അലസത, അനുസരണക്കേട്, അശ്രദ്ധ, വിശ്വസ്തത, ഇവയിലൂടെ ഏതെങ്കിലും ഭാവം എന്നിലുണ്ട് എങ്കിൽ കർത്താവെ നീക്കിക്കളയണമേ എന്ന് ഒരു വാക്ക് പറയുമ്പം നമ്മൾ ഒന്നാം ഘട്ടം വിശുദ്ധീകരിച്ചു കഴിഞ്ഞു. ആദ്യത്തെ സ്റ്റെപ്പ്, അതായത് അനുരഞ്ജനം പൂർത്തിയാക്കി. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നവമൊരു പീഠം ഒരുക്കിയിടാം എന്ന് പറഞ്ഞാൽ പുതിയ ബലിപീഠം ഉണ്ടാക്കും. ഇന്നലത്തെ ബലിപീഠത്തിലല്ല ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാന അർപ്പിക്കണേ. ഇപ്പൊ നമുക്ക് എല്ലാ ദിവസവും പുതിയ ബലിപീഠമായിട്ട് വരാൻ പറ്റുമോ? പറ്റില്ല, പ്രയാസമാണ്. എങ്ങനെ ഈ പുതിയ ബലിപീഠം ഉണ്ടാക്കുന്നത്? ഇന്ന് രാത്രിയിൽ ഉറങ്ങി നമ്മൾ നേരം വെളുത്തപ്പോൾ നമ്മൾ കണ്ണു തുറന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ജീവനുണ്ടെന്ന് മനസ്സിലായി, അല്ലേ? മരിച്ചിട്ടില്ല. അപ്പോൾ ഒരു പുതിയ ദിവസമാണ്, അല്ലേ? ഇന്ന് നമ്മൾ കഴിക്കുന്നതെല്ലാം ഇന്നലത്തെ ഭക്ഷണമാണോ? അല്ല, പുതിയ ഭക്ഷണമല്ലേ? എല്ലാം പുത്തനാണ്, ഇന്നെല്ലാം പുതിയതാണ്. അപ്പൊ ഇന്ന് ഒരു പുതിയ ദിവസം ദൈവം നമുക്ക് അനുവദിച്ചപ്പോൾ ഈ പുതിയ ദിവസത്തിലേക്ക് നമുക്ക് ദൈവത്തോട് ഇന്നലെ ഉണ്ടായിരുന്ന സ്നേഹം മതിയോ? ഈശോയോട് പോരാ. എന്ത് വേണം? പുത്തൻ സ്നേഹം വേണം, പുതിയ സ്നേഹം. അതായത് പുതിയ ദിവസത്തിന്റെ പുത്തൻ സ്നേഹം എവിടെ ഉണ്ടാകണം? ഹൃദയത്തിലുണ്ടാകണം. അപ്പോ നിന്റെ ഹൃദയത്തിൽ നീ ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ഒരുക്കിയ പുത്തൻ ഹൃദയത്തിന്റെ പുതിയ ബലിപീഠത്തിൽ വേണം ഇന്നത്തെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ. ഹൃദയം ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ്. വിശുദ്ധ കുർബാനയുടെ ഫലം എടുക്കുന്നതിന് നമുക്കിടെ ഹൃദയം ഒരുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. കാരണം ഇതെല്ലാം എവിടെയാണ് നടക്കുന്നത്? ഇവിടെ നടക്കുന്നത്. അതിൻ്റെ ഒപ്പം എവിടെ നടക്കണം? ഹൃദയത്തിൽ നടക്കണം. എന്നാൽ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചതായി നമുക്കൊരു അനുഭവം ഉണ്ടാകുള്ളൂ. കാരണം ഹൃദയത്തിൽ ഒരു പുത്തൻ അനുഭവം ഉണ്ടായി കഴിയുമ്പം, ഒരു പുതിയ സ്നേഹം ഉണ്ടാകുമ്പോൾ, ഒരു പുതിയ അഭിഷേകം ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരു ബലിയർപ്പണത്തിന്റെ ഫലം നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ എന്തു പറ്റും? വന്നതുപോലെ തിരിച്ചു പോകും. ചിലർ വന്നതിനേക്കാൾ മോശമായി തിരിച്ചു പോകും. അങ്ങനെയും പോയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പോയ ആളുകളെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്, പൗലോസ്ലീഹ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളിൽ പലരും രോഗികളും ദുർബലരും ചിലരൊക്കെ മരിച്ചുപോയതിനും കാരണം. ഏതുകൊണ്ട്? ഈ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ താല്പര്യമില്ലാതെ എന്നാ ആട്ടെ ഒന്നും കണ്ടിട്ടങ്ങ് പോയേക്കാം എന്ന് വിചാരിച്ച് ഒരു കടമ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ആരെങ്കിലും നിർബന്ധിക്കുന്നത് കൊണ്ടോ അങ്ങനെയൊക്കെ വന്നു നിൽക്കുമ്പോൾ തിരിച്ചു പോയി കഴിയുമ്പം പ്രത്യേക അനുഭവങ്ങളൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ കുറച്ച് അസ്വസ്ഥതകൾ വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇത് എങ്ങനെയെങ്കിലും സ്വീകരിക്കേണ്ട ഒരു കൂദാശയല്ല. പിന്നെ എങ്ങനെ വേണം? നല്ല ആഗ്രഹത്തോടു കൂടി, പുത്തൻ സ്നേഹത്തോടു കൂടി, പുതിയ ഒരുക്കത്തോടു കൂടി സ്വീകരിക്കേണ്ട ഒരു കൂദാശയാണ്. അതുകൊണ്ട് ഇത് ഒത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭാഷയാണ് ഒത്തിരി. ഒരുപാട് എന്ന് പറഞ്ഞത് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും കിട്ടാനില്ല. ഇതിനപ്പുറത്തേക്ക് ദൈവത്തിന് നമുക്കൊന്നും തരാനില്ല, സ്വർഗത്തിന് നമുക്കൊന്നും തരാനില്ല. കാരണം പിതാവ് പറഞ്ഞു, തന്നു കഴിഞ്ഞു മക്കളെ, തന്നു കഴിഞ്ഞു, എല്ലാം തന്നു കഴിഞ്ഞു. ആരെ തന്നു കഴിഞ്ഞു? എൻ്റെ പുത്രനെ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. എൻ്റെ പുത്രൻ്റെ ശരീരം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അവൻ്റെ രക്തം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതൽ എന്താ പിതാവിന് തരാനുള്ളത്? അപ്പോ സ്വർഗത്തിന് തരാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം, ദൈവത്തിന് തരാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമമാണ് നമുക്ക് എവിടെ കിട്ടുന്നത്? ഇവിടെ കിട്ടുന്നത്, ഈ ബലിപീഠത്തിൽ കിട്ടുന്നത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞു പോകുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം ഇവിടത്തെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണം. ഈ ബലിപീഠം ഇത് എന്തിൻ്റെയൊക്കെ പ്രതീകമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? പറയാമോ? വിശുദ്ധ 3 കാര്യങ്ങൾ ഇവിടെയുണ്ട്. ഒന്ന്, ഇത് ദൈവത്തിൻ്റെ സിംഹാസനമാണ്, കർത്താവിൻ്റെ ബലിപീഠമാണ്,
ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്. ഇതാണ് ഭൂമിയിലെ സ്വർഗം. നമ്മൾ നിൽക്കുന്ന സ്ഥലം, ആ സ്ഥലത്തിന് എന്തെന്നാ പറയുക? കൈക്കല അല്ലെങ്കിൽ ഭൂമി. അത് ഭൂമിയാണ്, ഇത് സ്വർഗമാണ്. ഇവിടെ സ്വർഗം ഇറങ്ങി വരുന്ന സമയമാണ് ബലിയർപ്പണത്തിൻ്റെ സമയം. അപ്പോ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുന്നവർ, അവിടെ നമ്മുടെ വിശുദ്ധിയുടെ അളവനുസരിച്ച് വിശുദ്ധ കുർബാനയിൽ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അല്ലെങ്കിൽ ആന്തരിക നേത്രങ്ങൾ കൊണ്ട് പല കാഴ്ചകളും കാണാൻ പറ്റും. ഇവിടെ പല കാഴ്ചകളും ഓരോരുത്തർക്കും ഓരോ അനുഭവമായിരിക്കും. അത് എത്ര വിശുദ്ധിയിലാണ്, എത്ര ഒരുക്കത്തിലാണ്, എത്ര ആഗ്രഹത്തിലാണ്, എത്ര സ്നേഹത്തിലാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഇവിടെ നടക്കുന്ന സംഭവങ്ങളുടെ കാഴ്ചകൾ നമ്മൾ കാണുന്നത്. അപ്പം ഇത് സ്വർഗത്തിൻ്റെ പ്രതീകമാണ്, കർത്താവിൻ്റെ സിംഹാസനമാണ്, ഇത് ഈശോയുടെ ബലിപീഠമാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് തരിക. വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത്, ബലിയർപ്പണ സമയത്ത് ഇവിടെ നിന്ന് കുറേ സംഗതികൾ അങ്ങോട്ട് തരും, അവിടെ നിന്ന് കുറേ സംഗതികൾ ഇങ്ങോട്ട് കൊടുക്കും, അല്ലേ? നമ്മൾ ഇങ്ങോട്ട് കൊടുക്കാറില്ലേ? പല സംഗതികൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇങ്ങോട്ട് കൊടുക്കാറില്ലേ? ഇവിടുന്ന് അങ്ങോട്ടേക്ക് തന്നുകൊണ്ടിരിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ത്? നമ്മളിവിടെ വരുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നതാണ് സമാധാനം, അല്ലേ? സമാധാനം കൊടുക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം, സമാധാനം കൊടുക്കുന്ന ഭൂമിയിലെ ഏക സ്ഥലം ബലിപീഠമാണ്. കിട്ടിയോ? വേറെ എവിടെയെങ്കിലും നിങ്ങളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടോ സമാധാനം നിങ്ങളോട് കൂടെ എന്ന്? ഏതെങ്കിലും ഗവൺമെൻറ് ഓഫീസിൽ പോകുമ്പം പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എന്നാ സാറേ സമാധാനം നിങ്ങളോടുകൂടെ, സ്കൂളിൽ ചെല്ലുമ്പം സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ നിന്നാണ് 5 പ്രാവശ്യം സമാധാനം നിങ്ങളോട് കൂടെ എന്ന് ഈശോയുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുരോഹിതൻ നമ്മൾക്ക് തരുന്നത്. നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വീകരിക്കേണ്ടത്? സമാധാനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? ഇങ്ങനെ സമാധാനം നിങ്ങളോട് കൂടെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്? നമ്മൾ നമ്മെ തന്നെ കുരിശാകൃതിയിൽ അതിനെ സ്വീകരിക്കണം. അതാണ് കുർബാന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പിന്നെ സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ, സമാധാനത്തിന് വേണമെങ്കിൽ നിങ്ങളോടൊരു കാര്യം ചെയ്യാൻ ശുശ്രൂഷ കൂടെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. എന്ത് ചെയ്യണം? സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മുടെ കൂടെ. നമ്മൾ സാധാരണഗതിയിൽ അതിന് വലിയ ഗൗരവം കൊടുക്കാറില്ല. കാരണം ഏതെങ്കിലും പിള്ളേരെ ഇവിടെ വന്നിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ, സമാധാനം നമ്മുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു പോകും. നമ്മളത് കേട്ടതായിട്ടും ഭാവിക്കില്ല. അത് സമാധാനം തരുന്ന ഒരു ആവശ്യമാണെന്ന് നമ്മൾ ഗവനിക്കാറുമില്ല. പക്ഷേ വിശുദ്ധ കുർബാനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പൊക്കെ ഈ ശുശ്രൂഷി നമ്മളോട് പറയും, 2-3 കാര്യങ്ങൾ പറയും. ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞു, ഹൃദയം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് എന്ന്. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മുടെ കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യുക. നിങ്ങൾ ആദരപൂർവ്വം ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ ഉദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാനം സമർത്ഥമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. അപ്പോൾ സമാധാനം സമർത്ഥമാക്കാൻ വേണ്ടി പുരോഹിതൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ ഹൃദയത്തിലാണ് ഈ സമാധാനം സ്വീകരിക്കേണ്ടത്. ഹൃദയം ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. പിന്നെ പ്രധാനപ്പെട്ട ശുശ്രൂഷി സമാധാനം നമുക്ക് ആശംസിക്കുന്ന സമയങ്ങളെല്ലാം സമാധാനം സ്വീകരിക്കുവാനുള്ള ഒരുക്കത്തോടു കൂടി നമ്മളായിരിക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പം നമ്മൾ കേട്ടത്, വിശുദ്ധ കുർബാന നമ്മൾക്ക് കൂടുതൽ ഫലപ്രദമാകണമെങ്കിൽ ഒരു പുത്തൻ സ്നേഹത്തോടെ ഒരു പുതിയ ഹൃദയം ഒരുക്കി നമ്മൾ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ വേണ്ടി വരണം. പിന്നെ വിശുദ്ധ കുർബാന ആർക്ക് ഉള്ളതാകുന്നു എന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്, കേട്ടിരിക്കുന്നത്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. വിശുദ്ധ കുർബാന അങ്ങനെയാണെങ്കിൽ നമുക്കുള്ളതാണോ? വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഞാൻ ഏറെ കുഴപ്പിച്ച ഒരു ചോദ്യമാണ്. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഉള്ളതാണോ എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചിട്ട്
എനിക്ക് ഉത്തരവൊന്നും കിട്ടിയില്ല. ചോദിച്ചിട്ട് ഞാൻ പിന്നീട് വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ഓരോന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങി. ശ്രദ്ധിച്ച് വന്നപ്പോഴാണ് ആദ്യം തൊട്ട് അവസാനം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന സമയം വരെ ഇവിടെ നടക്കുന്ന ഓരോ സംഗതികളും ശ്രദ്ധിക്കുകയാണ് എങ്കിൽ, നമ്മളതിനോട് പങ്കുചേരുകയാണ് എങ്കിൽ, നമ്മളതിൻ്റെ കൂടെ നിൽക്കുകയാണ് എങ്കിൽ, നമ്മെ കുർബാന സ്വീകരിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും ആരാക്കി തീർക്കും? വിശുദ്ധരാക്കി തീർക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? സഹകരിക്കണം, അതിനോട് കൂടെ പോകണം. കൂടെ പോയാലാണ് നമുക്ക് വിശുദ്ധനാകാൻ പറ്റുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒന്ന് നമ്മൾ പറഞ്ഞു, ആദ്യത്തെ ഘട്ടം പറഞ്ഞു, അനുരഞ്ജനം പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ നമ്മെ തന്നെ അനുരഞ്ജനത്തിന് ഒരുക്കി. നമ്മൾ ആരോടെങ്കിലുമൊക്കെ വിരോധമുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ ക്ഷമിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ ഹൃദയത്തെ ഒരുക്കി ഈശോയെ സ്വീകരിക്കുവാൻ തയ്യാറായി. പുരോഹിതൻ ബലിപീഠത്തിൽ കൈകൾ കഴുകുന്നത് കണ്ടിട്ടുണ്ടോ? അതെന്തിനായിരിക്കും കൈ കഴുകുന്നത്? നമ്മുടെ എവിടെയാണ് കൈ കഴുകുന്നത്? പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിലാണോ? പുരോഹിതൻ ഈ പാത്രത്തിൽ വെച്ചിരിക്കുന്ന വെള്ളത്തിൽ കൈ കഴുകുന്നു എന്നാണോ പറയുന്നത്? എന്തെന്നാ പറയുന്നത്? ഒന്ന് ചുണക്കി പറഞ്ഞേ. ഈശോ കേൾക്കുന്നുണ്ട്. ഒന്ന് ചുണക്കി പറയുകയാണെങ്കിൽ എവിടെ കൈ കഴുകുന്നു എന്നാണ്? കർത്താവേ, അങ്ങയുടെ കൃപാസമുദ്രത്തിൽ ഞങ്ങളുടെ പാപങ്ങളുടെ കറ എവിടെ കഴുകിക്കളയണേ? കൃപയുടെ സമുദ്രത്തിലാ കഴുകണേ. ചെറിയ തോട്ടിലോ പുഴയിലോ കഴുകിയ പോരാർന്നോ? എന്ന് പറഞ്ഞാൽ നിന്റെ പാപം എത്ര വലുതാണെങ്കിലും നിറയെ ചെളിയുള്ള എന്നെ ഒരു സമുദ്രത്തിൽ കൊണ്ട് കുളിപ്പിച്ചാൽ വല്ലതും അറിയോ? സമുദ്രത്തിൽ വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. അപ്പം കൃപയുടെ സമുദ്രത്തിൽ നമ്മുടെ പാപം എത്ര വലുതാണോ അതിനേക്കാൾ വലുതാണ് ദൈവത്തിൻ്റെ കൃപ. അത് കഴിഞ്ഞിട്ട് കൈ തുടയ്ക്കണ കണ്ടിട്ടുണ്ടോ? കൈ തുടയ്ക്കും പുരോഹിതൻ. കൈ കഴുകും, കൈ തുടയ്ക്കും. തുടയ്ക്കുമ്പം എന്താ പറയണേന്ന് അറിയാമോ? പാപങ്ങളുടെ മാലിന്യം. 2 ക്രിസ്ത്യാനികളുണ്ട് ഇവിടെ. 2 ക്രിസ്ത്യാനി. സന്തോഷമായി. ചില പള്ളിയിൽ ഒറ്റ ക്രിസ്ത്യാനിയും കണ്ടു. അപ്പൊ കൃപയാലും അനുഗ്രഹത്താലും പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. ആരുടെ പാപമാണ് കഴുകിയത്? ആരുടെ പാപങ്ങളുടെ മാലിന്യമാണ് തുടച്ച് നീക്കിയത്? ആരുടെയാണ്? നമ്മുടേതാണ്. ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഡ്യൂട്ടി ഉണ്ടോ? നമ്മൾ എന്താ നമ്മുടെ ഹൃദയത്തിൽ പറയേണ്ടത്? ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഒരാൾ തുണി അലക്കാൻ വന്നിട്ടുണ്ട്. നിങ്ങളുടെ മുറിയിൽ നിങ്ങളുടെ തുണി കിടക്കുന്നുണ്ട്. അലക്കാൻ വന്നയാൾ അലക്കിപ്പോയി, നിങ്ങളുടെ തുണി അലക്കിയില്ല. കാരണം എന്താണ്? നിങ്ങൾ ആ തുണി എടുത്ത് കൊടുത്തില്ല. ചേച്ചി ഈ തുണിയും കൂടി അലക്കണം എന്ന് പറഞ്ഞില്ല. അതുപോലെ ഇവിടെ പാപത്തിൻ്റെ കറ കഴുകുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? കർത്താവേ, അങ്ങയുടെ കൃപയുടെ സമുദ്രത്തിൽ എൻ്റെയും എൻ്റെ ബലിവസ്തുക്കളുടെയും, നിങ്ങൾ മാത്രമല്ല നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്നത് അല്ലേ? നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഭർത്താവ്, ഭാര്യ, മക്കൾ, അപ്പൻ, അമ്മ, അങ്ങനെ കുറേ ആളുകൾ, പിന്നെ ഹൃദയവിശാലതയുള്ള ഒരു മുഴുവൻ ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭ, അതുപോലെ ലോകമെമ്പാടും പീഡിപ്പിക്കപ്പെടുന്നവർ, കർത്താവിനെ അറിഞ്ഞവർ, അറിഞ്ഞവർ കൂടുതൽ അറിയാൻ വേണ്ടി, അറിയാത്തവർ അറിയുന്നതിന് വേണ്ടി, അങ്ങനെ നിങ്ങളുടെ ഹൃദയവിശാലത എന്തോരം ഉണ്ടോ അതനുസരിച്ച് നിങ്ങൾക്ക് ബലിവസ്തുക്കളും ഉണ്ടാകും. നമ്മുടെ ഹൃദയം എത്ര ചെറുതാണോ അത്ര കണ്ട് ചുരുങ്ങിയതായിരിക്കും നമ്മുടെ ബലിവസ്തുക്കൾ. അപ്പം നമ്മൾ ഇവിടെ പുരോഹിതൻ ബലിപീഠത്തിൽ കൃപയുടെ സമുദ്രത്തിൽ പാപങ്ങളുടെ കറ കഴുകിക്കളയുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ പറയണം, കർത്താവേ, അങ്ങയുടെ കൃപയുടെ സമുദ്രത്തിൽ എൻ്റെയും എൻ്റെ ബലിവസ്തുക്കളുടെയും പാപങ്ങളുടെ കറ കഴുകിക്കളയണമേ. എൻ്റെയും എൻ്റെ ബലിവസ്തുക്കളുടെയും പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യണമേ എന്ന് ഹൃദയത്തിൽ പറയുന്ന ഒരു വ്യക്തിക്ക് ഇവിടെ നടക്കുന്ന ഈ കഴുകിക്കളയിൽ കഴിയുമ്പോൾ
ഒരു ആന്തരിക വിശുദ്ധി അവൻ്റെ ഹൃദയത്തിൽ ഫീൽ ചെയ്യും. മനസ്സിലായി? ഒരു ആന്തരിക വിശുദ്ധി ഹൃദയത്തിൽ ഫീൽ ചെയ്യും. ഞാൻ ഒന്ന് കഴുകി ശുദ്ധമാക്കപ്പെട്ട ഒരു അനുഭവം നമുക്കുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം കുർബാനയ്ക്ക് വന്നു നിന്ന ആ അവസ്ഥയിൽ നിന്ന് ഒന്നാം ഘട്ടം, രണ്ടാം ഘട്ടം വിശുദ്ധീകരിക്കപ്പെട്ടു. പിടികിട്ടിയോ? ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ ബലി വസ്തുക്കൾ ഇവിടെ ഒരുക്കി വെച്ചു. പുരോഹിതൻ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. കാസയും പിലാസയും എടുത്തിങ്ങനെ നമ്മളെ കാണിച്ചിങ്ങനെ കൊണ്ടുപോകും. അത് എന്തായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നത്? ഈശോമിശിഹ കുരിശുമായി നമ്മുടെ പാപം വഹിച്ചുകൊണ്ട് എങ്ങോട്ട് പോവുക? ഗാഗുൽഥാ മലയിലേക്ക് പോകുകയാണ്. കുരിശ് വഹിച്ചുകൊണ്ട് പാപപരിഹാരത്തിന്റെ ബലി അർപ്പിക്കാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് പുരോഹിതൻ ഇങ്ങനെ ഇങ്ങനെ അതെന്തായിരിക്കും? ഇങ്ങനെ പിടിക്കണേ? ഇത്രയും പറഞ്ഞ് നിങ്ങൾ ബാക്കിയുടെ പറ. നല്ല ഉഷാറ. ഇവിടെ പറഞ്ഞു, കറക്റ്റ് പറഞ്ഞു. ഈശോയുടെ കുരിശ് മരണം ഗാഗുൽത്തായിലെ ബലിയർപ്പണത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ പിടിക്കുമ്പം കുരിശിൽ കിടക്കുന്ന ഈശോയാ, കുരിശിൽ കിടന്ന പിടയുമാണ് ഈശോ. കുരിശിൽ കിടന്ന പിടയുന്ന ഈശോയെ കാണണം. അപ്പോൾ അത് എന്നിട്ട് നമ്മൾ പാടും, മിശിഹ കർത്താവിൻ തിരുമൈ നിണവുമിത പാവന ബലിപീടെ. എങ്ങനെ അണയണം? നമ്മൾ എങ്ങനെ അണയണം? സ്നേഹത്തോടും ഭയത്തോടും കൂടി. സ്നേഹത്തോടു കൂടി എൻ്റെ ഈശോ എൻ്റെ പാപം വഹിച്ചുകൊണ്ട് കുരിശിൽ കിടന്ന് പിടയുകയാണല്ലോ എന്നുള്ള ഒരു വേദന നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും, എങ്ങനെ സ്നേഹിച്ചാൽ തീരും എൻ്റെ ഈശോയെ എന്നുള്ള ഒരു സ്നേഹം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് നിന്റെ പാപപരിഹാരത്തിനുള്ള ബലിയായി മാറും. ഈ സമയമാണ് ഈ കുരിശിൻ്റെ വഴിയിലെ 12ാമത്തെ സ്ഥലം. കുരിശിൻ്റെ വഴിയിൽ 12ാമത്തെ സ്ഥലം വായിച്ചിട്ടുണ്ടോ? പാടിയിട്ടുണ്ടോ? മാതാവും യോഹന്നാനും മഗ്ദലനയോടു ചേർന്നു നിൽക്കും. ക്രൂശിൻ താഴെ പോയി നിൽക്കാം. തൻ്റെ രക്തം വീണു നാമം നിർമ്മലരാകും. തൻ്റെ രക്തം വീണു നാമം നിർമ്മലരാകും. സമയത്ത് കുരിശിന്റെ ചുവട്ടിൽ ഒത്തിരി ആളുകളുണ്ടായിരുന്നു. അതിൽ ഓരോരുത്തരും ഓരോ മനോഭാവക്കാരായിരുന്നു. ചിലര് ഇവൻ എന്തെങ്കിലും അത്ഭുതം പ്രവർത്തിച്ച് താഴെ ഇറങ്ങി വരുമോ എന്ന് കാണാൻ വന്നവരുണ്ടായിരുന്നു. ചിലര് ഇവനീ പറഞ്ഞതൊന്നുമല്ല, അവന് ഒരു ദൈവവുമല്ല എന്ന് പറഞ്ഞവരുണ്ട്. ചിലര് നോർമലി ഇത്രയും നല്ലൊരു മനുഷ്യനെ കൊല്ലുന്നത് കാണാൻ നോക്കി വന്നവരുണ്ട്. ചിലര് എൻ്റെ രക്ഷകൻ, എൻ്റെ ഈശോ എനിക്ക് വേണ്ടി കുരിശിൽ ബലിയായി, അത് കാണാൻ വന്നവരുണ്ട്. അവിടെ മാതാവിൻ്റെയും യോഹന്നാൻ്റെയും മഗ്ദലന മേരിയുടെയും മനോഭാവമായിരിക്കണം ആർക്കുണ്ടാകേണ്ടത്? നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇവിടെ നീയും നിന്റെ ബലിവസ്തുക്കളും ഈശോയുടെ രക്തം വീണ് നിർമ്മലരാകുന്ന സമയമാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ കാഴ്ചവെപ്പിൻ്റെ സമയത്തെക്കുറിച്ച് മാതാവ് ബലിപീഠത്തിലുണ്ട്. മാതാവ് ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുത്തു. കാഴ്ചവെപ്പ് നടക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കണേ എന്ന് കാറ്റലീന എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് കാണിച്ചു കൊടുത്ത് ആ വ്യക്തി രേഖപ്പെടുത്തിയ ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. കാഴ്ചവെപ്പിൻ്റെ സമയം
പെട്ടെന്ന് ചില രൂപങ്ങൾ എഴുന്നേറ്റ് തുടങ്ങി. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില രൂപങ്ങൾ. ദേവാലയത്തിൽ സന്നിഹിതരായിരുന്ന ഓരോ വ്യക്തിയുടെയും എന്ന് പറഞ്ഞാൽ നമ്മളുടെ സന്നിഹിതരായിരുന്ന ഓരോ വ്യക്തിയുടെയും പാർശ്വത്തിൽ നിന്ന് മറ്റൊരാൾ പുറത്തു വരുന്നത് പോലെയായിരുന്നു അത്. സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് ദേവാലയം നിറഞ്ഞു. വെണ്മയേറിയ മേലങ്കികളാണ് അവർ അണിഞ്ഞിരുന്നത്. ദേവാലയത്തിലെ നടപ്പ് വഴിയിലേക്കും പിന്നീട് ബലിപീഠത്തിലേക്കും അവർ നീങ്ങി തുടങ്ങി. എന്ന് പറഞ്ഞാൽ ഇതുപോലെ വിശുദ്ധ കുർബാനയിൽ ഇരിക്കുന്ന നമ്മുടെ സൈഡിൽ നിന്ന് വേറൊരാൾ ഇറങ്ങി വന്ന് അവർ ഈ ദേവാലയത്തിലെ നടുക്കുള്ള വഴിയിലേക്ക് വന്നിട്ട് ആ വഴിയിൽ നിന്ന് കാഴ്ചവെപ്പിൻ്റെ സമയത്തേക്ക് ബലിപീഠത്തിലേക്ക് വരുന്നുണ്ട്. എന്ന ഓരോ വിശുദ്ധ ബലിയിലും നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അമ്മ പറഞ്ഞു, നോക്കൂ, ഇവിടെയുള്ള ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരാണവർ. നിന്റെ കാഴ്ച വസ്തുക്കളും അർത്ഥനകളും നിന്റെ കാവൽ ദൂതൻ കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് സംവഹിക്കുന്ന നിമിഷമാണത്. അതിലോരോ മാലാഖമാരുടെയും കാര്യങ്ങളാണ്, ഞാൻ എല്ലാം വായിക്കുന്നില്ല. കാഞ്ചന ധവള ദീപ്തിയിൽ ഏറെ പ്രകാശിക്കുന്ന എന്തോ വസ്തുവോടു കൂടിയ ഒരു സ്വർണ്ണ ചഷകം അവരിൽ ചിലർ വഹിച്ചിരുന്നു. കന്യകാമറിയം പറഞ്ഞു, പല നിയോഗങ്ങൾക്കായി ഈ ദിവ്യബലി സമർപ്പിക്കുന്നവരുടെ, ഈ ബലിയുടെ അർത്ഥം എന്തെന്ന് അറിയുന്നവരുടെ കാവൽ ദൂതന്മാരാണവർ. കർത്താവിന് സമർപ്പിക്കുവാൻ ചിലത് അവരുടെ പക്കലുണ്ട്. ഇനി ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരെ കുറിച്ച് അവിടെ അന്ന് ഉണ്ടായിരുന്ന പല വ്യക്തികളുടെ കാവൽ മാലാഖമാരെ കുറിച്ചാണ് പറയുന്നത്. ആദ്യത്തെ മാലാഖമാരുടെ പിന്നാലെ വരുന്നവരുടെ കരങ്ങളിൽ യാതൊന്നുമില്ലായിരുന്നു. ശൂന്യമായ കരങ്ങളോടെയാണ് അവർ വന്നിരുന്നത്. കന്യകാമറിയം പറഞ്ഞു, ഇവിടെ സന്നിഹിതരാണെങ്കിലും ഒരിക്കൽ പോലും യാതൊന്നും സമർപ്പിക്കാത്തവരുടെ മാലാഖമാരാണവർ. കുർബാനയുടെ കൗദാശിക നിമിഷങ്ങൾ സജീവമാക്കുന്നതിൽ അവർക്ക് യാതൊരു താല്പര്യവുമില്ല. കർത്താവിൻ്റെ ബലിപീഠത്തിലേക്ക് കൊണ്ടുവരുവാൻ അവർക്ക് നിവേദ്യങ്ങളുമില്ല. ഇനി നമ്മുടെ മാലാഖയെ കുറിച്ച് നോക്കാം. അണികളുടെ അവസാനമെത്തിയ മാലാഖമാർ ദുഃഖിതരായിരുന്നു. അവരുടെ ദൃഷ്ടികൾ കുമ്പിട്ടിരുന്നു. ഇവിടെയാണെങ്കിലും ഇവിടെ ആയിരിക്കുവാൻ ഇഷ്ടമില്ലാത്തവരുടെ മാലാഖമാരാണ് അവർ. അതായത് ഇവിടെ വരാൻ നിർബന്ധിതരായവരുടെ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുവാൻ ഒരു താല്പര്യവുമില്ലാതെ കടമ കൊണ്ട് മാത്രം വന്നെത്തിയവരുടെ മാലാഖമാർ. അൾത്താരയിലേക്ക് കൊണ്ടുപോകുവാൻ അവർക്ക് തങ്ങളുടെ പ്രാർത്ഥനകളല്ലാതെ മറ്റൊന്നുമില്ലാത്തതിനാൽ ആ മാലാഖമാർ ദുഃഖത്തോടെയാണ് നീങ്ങുന്നത്. നിങ്ങളുടെ കാവൽ മാലാഖയെ സങ്കടപ്പെടുത്തരുത്. ധാരാളം കാര്യങ്ങൾ ചോദിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകസമാധാനത്തിന് വേണ്ടി, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ അയൽക്കാർക്ക് വേണ്ടി, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നവർക്ക് വേണ്ടി ചോദിക്കുക. ധാരാളമായി ചോദിക്കുക. നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റോരോരുത്തർക്കും വേണ്ടി ചോദിക്കുക. വിശുദ്ധ കുർബാനയിൽ അളവില്ലാത്ത കൃപ ചൊരിയുന്നത് കൊണ്ട് കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും തരുന്നതിലും ഒരു പിശുക്ക് കാണിക്കരുത്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പോൾ വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട കാഴ്ച സമയമാണ് നമ്മൾ കണ്ടത്. കാഴ്ചവെപ്പ് എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവരുന്നത് നമ്മളുടെ കാവൽ മാലാഖ ബലിപീഠത്തിൽ കൊണ്ടുവന്ന് സമർപ്പിക്കും. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഈ സമയത്ത് വേറെ ഒരു കാര്യങ്ങളും കൂടി നടക്കുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടിരുന്നോളൂ. മരിച്ചുപോയ നമ്മുടെ പൂർവികരില്ലേ, നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ മരിച്ചുപോയത്, അവര് ഇവിടെ വരുന്നുണ്ടെന്നാണോ വിശ്വാസം? വിശ്വസിക്കുന്നുണ്ടോ? അവരെക്കുറിച്ച് നിങ്ങളെങ്ങനെ വേണമെങ്കിലും വിശ്വസിച്ചോ. അവരെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയുന്നത്. ചാരമാർന്ന കരങ്ങൾ ഉയർത്തിപ്പിടിച്ച കുറെ നിഴൽ രൂപങ്ങൾ അൾത്താരയ്ക്ക് മുന്നിലായി കാണപ്പെട്ടു. ഇവിടെ
പരിശുദ്ധ കന്യക പറഞ്ഞു, ശുദ്ധീകരണ സ്ഥലത്തിലെ അനുഗ്രഹീത ആത്മാക്കളാണിവർ. നിങ്ങളുടെ പ്രാർത്ഥനകളാൽ പുതുക്കപ്പെടുന്നതും കാത്ത് കഴിയുന്നവരാണിവർ. ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നിങ്ങൾ നിർത്തിക്കളയരുത്. ഇവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ തങ്ങൾക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ ഇവർക്ക് സാധ്യമല്ല. ശുദ്ധീകരണ സ്ഥലം വിട്ട് ദൈവത്തോട് ചേർന്ന് നിത്യമായി അവനെ അനുഭവിക്കുവാൻ ഇവരെ സഹായിക്കുവാനായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് നിങ്ങളാണ്. ശുദ്ധ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഏതാ പ്രാർത്ഥന എന്ന് പറയാമോ? ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു, മൃതരെല്ലാരും നിൻ ഉദ്ധിതരായിടുവാ. ആ സമയത്ത് നമ്മൾ ആർക്ക് വേണ്ടി? അവരെ, ഈ മരിച്ചവരെ നമ്മൾ ഓർക്കേണ്ട സമയമാണ്. പിന്നെ സത്യവിശ്വാസത്തോടെ മരിച്ച്, ശുശ്രൂഷി പറയുന്നുണ്ട്, സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ട് പോയവരെ നമുക്ക് ഓർക്കാം. ആ സമയത്ത് സത്യവിശ്വാസത്തോടെ മരിച്ചവരും ശുദ്ധീകരണ സ്ഥലത്തിലായിരിക്കുന്നവരെയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വിശുദ്ധ കുർബാനയിൽ നമുക്ക് വെറുതെ ഇരിക്കാനുള്ള സമയം ഏതാ? വെറുതെ ഇരിക്കേണ്ട സമയം ഭയങ്കര നിശബ്ദതയാണ്. കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ടല്ലേ? ആണോ? കുർബാന സ്വീകരിച്ചു കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുക. അത്യുന്നതനായ ദൈവം, പരിശുദ്ധനായ ദൈവം, നിത്യനായ ദൈവം, നീതിമാനായ ദൈവം, രാജാവായ ദൈവം നിന്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വന്നു. എന്നിട്ട് നീ വെറുതെ കുത്തിയിരിക്കുക. വിശുദ്ധ കുർബാനയിൽ വെറുതെ ഇരിക്കാനൊരു സമയം ഇല്ല. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ വരുന്ന നിമിഷം തൊട്ട് പോയി കഴിഞ്ഞാലും നമുക്ക് ഈ കുർബാനയെ ഓർത്ത് ചെയ്യാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാനാണ്. ഇതാണ് നമ്മുടെ ജീവൻ, ഇതാണ് നമ്മുടെ ജീവിതം, ബലിപീഠമാണ് നമ്മുടെ സർവ്വതും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ലോകം അതിൻ്റെ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം തകർക്കപ്പെടുന്ന ഒരു സംഗതിയുണ്ട്. എന്താണത്? ബലിപീഠമാണ്. ബലിപീഠങ്ങൾ തകർക്കപ്പെടുവാനുള്ള സാത്താൻ്റെ തന്ത്രങ്ങൾ വിജയിച്ചു തുടങ്ങിയോ ഇല്ലയോ? തുടങ്ങിയില്ലേ? കേൾക്കുന്നില്ലേ നിങ്ങൾ? ബലിപീഠത്തിൽ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന അച്ഛനെ പിടിച്ചു തള്ളി, ഉന്തി തള്ളി അവിടെ കൊണ്ടിട്ടു. ബലിപീഠത്തിലിരുന്ന് ചായ കുടിച്ചു സ്ത്രീകൾ. ഒന്നും കേട്ടിട്ടില്ലേ? എല്ലാം സംഭവിച്ചു. ഇത് 4-ാം നൂറ്റാണ്ടിൽ വിശുദ്ധ എഫ്രേം ഇങ്ങനെ സംഭവിക്കുമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പാടുന്നുണ്ട് ഒരു സ്ഥലത്ത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയുക. ഈ ബലിപീഠം തകർക്കപ്പെടുമെന്ന് 4-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം പ്രബോധന ഗീതമായി പറയുന്നുണ്ട്. മഹിമയിൽ നിന്ന് രാജകുമാരി ബലിപീഠത്തിൽ കൂടുചമയ്ക്കും, പ്രാപുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടുതകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ, നിൻ മാംസ നിണത്താൽ നേടിയ സഭയെ കൈവടിയല്ലേ. കേട്ടിട്ടുണ്ടോ? ഇതൊരു തമാശന് പാടിയതല്ല, സംഭവിക്കും എന്ന് അന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ എഫ്രൈം എന്ന വിശുദ്ധൻ പാടിയതാണ്. നമ്മൾ നിർഭാഗ്യവശാൽ ഇത് പാടുന്നത് മൃതസംസ്കാര ശരീരത്തിലെ വലിയ ഓഫീസിലാണ്. പക്ഷേ ഒരു സീറോ മലബാർ സഭയിലെ ഒരു മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്ത
പങ്കെടുക്കുവാണെങ്കിൽ ചുമ്മാ പോയി നോക്കി ഇന്നിങ്ങനെ കുറച്ചു നേരം നോക്കി ആ മരിച്ചെടുക്കുന്ന ആളെയും കണ്ടിട്ട് ഇങ്ങനെയൊന്ന് വെച്ചിട്ട് ഇനി പോരാനാണെങ്കിൽ ആൾക്കൊന്നും മനസ്സിലാവില്ല. പക്ഷെ ആദ്യം തൊട്ട് അവസാനം വരെ ആ മൃത സംസ്കാര ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയും പാടുന്ന ഓരോ പാട്ടും നിങ്ങൾ ശ്രദ്ധിച്ച ആണ് പാടുന്നതെങ്കിൽ പിന്നെ ഒരു ബലിപീഠത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഈശോ മിശിഹായിൽ നിന്ന് അകന്നു നിൽക്കാൻ, തിരുസഭയിൽ നിന്ന് അകന്നു നിൽക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അത്ര പ്രബോധനങ്ങൾ നൽകുന്നത്. ഈ നമ്മൾ മരിച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധരായിട്ടാണ് മരിച്ചു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ എന്തായിരിക്കും ഒരു സംഭവം നടക്കുന്നതെന്ന് പാടുന്നുണ്ട്. ഈ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ ഓശാനകളാൽ എതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതുക്കൽ നിലകൊള്ളുന്നു. ഭൂമിയിൽ നിന്ന് ഈ ചെല്ലുന്ന വിശുദ്ധനെ സ്വീകരിക്കുവാൻ ആരാ നിൽക്കണേ അവിടെ? നമുക്ക് മുമ്പേ മരിച്ച പരിശുദ്ധന്മാരെല്ലാം ദേ ചേച്ചി വരുന്നുണ്ട്. ദേ ആ ഗാഗുൽത്ത ധ്യാന കേന്ദ്രത്തിൽ നിന്ന് ധ്യാനിച്ച് വിശുദ്ധിയായ ഒരു ചേച്ചി വരുന്നുണ്ട്. അവിടെ ഭയങ്കര എതിരേൽപ്പിനായി ഇവിടെ കാത്തു നിൽക്കുന്നതാണ്. പരിശുദ്ധ പരമദിവികാരണത്തിന് വിശുദ്ധ കുർബാനയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? വചനം പഴയ നിയമം പുതിയ നിയമം രണ്ടും വായിക്കുന്നുണ്ട്. രണ്ടിൻ്റെയും കാര്യങ്ങളും എല്ലാവർക്കും അറിയാം. പഴയ നിയമത്തിലൂടെ പ്രവാചകന്മാർ പറഞ്ഞ സംഗതി പൂർത്തീകരിച്ച് ഈശോ മിശിഹ നമ്മളുടെ ഇടയിൽ വന്ന് നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി തുറന്നു തന്ന എല്ലാ കാര്യങ്ങളുമാണ് ഈ വചന ശുശ്രൂഷയിലൂടെ ഇവിടെ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ വചനം നമ്മൾ എന്ത് ചെയ്യുന്നു? വചനം മൂർച്ചയുള്ള വാളാണ്. അത് നമ്മളുടെ അശുദ്ധിയെ മാറ്റി വിശുദ്ധീകരിക്കുന്നു. വചനം കേൾക്കുമ്പോൾ തന്നെ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട്, അല്ലേ? ഉണ്ടാകുന്നില്ലേ? മാറ്റം ഉണ്ടാകുന്നില്ലേ? ആ മാറ്റമാണ് ആ വചനം മാംസമായ മാംസത്തെ സ്വീകരിക്കുവാൻ നമ്മളെ ഒരുക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാന ആർക്കുള്ളതാകുന്നു? വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ആ വിശുദ്ധ ജനം നമ്മളെ ആക്കുവാനുള്ള ഒരുക്കങ്ങളുടെ ഒരു ഭാഗമാണ്. അടുത്ത ശുശ്രൂഷയാണ് വചന ശുശ്രൂഷ. വചന ശുശ്രൂഷയിൽ പഴയ നിയമം അറിയാം, പ്രവാചകന്മാർ പറഞ്ഞ കാര്യം പുതിയ നിയമത്തിലൂടെ പൂർത്തീകരിച്ച് അത് ബലിവേദിയിൽ പരികർമ്മം ചെയ്ത് അത് ഭക്ഷണമായി നമ്മളിലേക്ക് എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ തീർന്നു. വാഗ്ദാനങ്ങളെല്ലാം പൂർത്തിയായി വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ. ഇനി ഒന്നും തരാനുമില്ല, ഒന്നും കൊടുക്കാനുമില്ല. നമ്മൾ വിശുദ്ധ ജനമായി. ഇനി നമുക്ക് എങ്ങോട്ട് പോയാൽ മതി? സ്വർഗത്തിലേക്ക് പോയാൽ മതി. അതാണ് ഇവിടെ പൂർത്തീകരിച്ചത്. അതിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് വചനം. ഈ ലേഖനം വായിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ആരാ? പിന്നെ വരുന്നത് സുവിശേഷമാണ്, അല്ലേ? സുവിശേഷം ആരാ കൊണ്ടുവരുന്നേ? ആരാ കൊണ്ടുവരുന്നേ? അച്ഛനാ കൊണ്ടുവരുന്നേ, അല്ലേ? സുവിശേഷം എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമോ? ചുമ്മാ അവർക്ക് പറയുന്നേ, ഞാനല്ലേ ഉള്ളൂ. എവിടെയാ? ബലിപീഠത്തിന്റെ വലത് ഭാഗത്ത്. അവൻ മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്ത് എഴുന്നള്ളി പിതാവായ ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. ആ വലത് ഭാഗത്ത് ഇരിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ ബലിപീഠത്തിൻ്റെ വലതുവശത്ത് വച്ചിരിക്കുന്ന സുവിശേഷം. ഇത് ജീവിക്കുന്നവരെയും മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ വീണ്ടും വരുമെന്നും വിശ്വസിക്കുന്നു, അല്ലേ? വിശ്വസിക്കുന്നില്ലേ? പിന്നെ എന്നെ പറയാൻ മടി. ആ രണ്ടാമത് വരുമെന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഈ വരവ്. അന്ന്
2025 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ ജനത്തോട് ഈശോ നേരിട്ട് സുവിശേഷം പറഞ്ഞു, ഇല്ലേ? പറഞ്ഞില്ലേ? അപ്പൊ ഇന്ന് നമ്മളോടും പറയണ്ടേ? ആ പറയുന്ന ഭാഗമാണ് ഈ പിതാവിൻ്റെ വലത് ഭാഗത്ത് നിന്ന് എഴുന്നേറ്റ് വന്ന്. അന്നേരം പുരോഹിതനാണോ വരുന്നത്, ഈശോയാണോ വരുന്നത്? അതുകൊണ്ടാണ് പുരോഹിതൻ മുഖം മറച്ചു പിടിക്കുകയും സുവിശേഷം ഇങ്ങനെ നമുക്ക് കാണാൻ ഭാഗത്തിന് വരികയും ചെയ്യും. ഈ ഭാഗം, ഈ സമയം നമ്മൾ എന്താ ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ ഇവിടെ കാണുന്നുണ്ട്, ഈശോ വരുമ്പം 2 ശുശ്രൂഷികൾ, 2 മാലാഖമാർ. ഈ ശുശ്രൂഷികളിൽ ആരുടെ സ്ഥാനത്താണ് നിന്ന് പറയണേ? അത് ആരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്? മാലാഖമാരുടെ സ്ഥാനത്ത്. അപ്പൊ ഈ ശുശ്രൂഷി പറയുമ്പോൾ ആരാണ് പറയുന്നത്? മാലാഖമാരാണ് പറയുന്നത്. അപ്പൊ ഈ ശുശ്രൂഷി പറയുന്നത് നമ്മൾ അനുസരിക്കണോ വേണ്ടിയോ? വേണം, നിർബന്ധമല്ലേ? ശുശ്രൂഷി പല കാര്യങ്ങളും പറയും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ, സമാധാനം നമ്മോടുകൂടെ. അന്നേരം ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ല. ശുശ്രൂഷി ആ കൊച്ചു പറഞ്ഞത് ശരിയായില്ല, അല്ലെങ്കിൽ ആ കൊച്ചു ഭയങ്കര സ്പീഡിലാണ് പറയണേ, അങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് മനസ്സിൽ ഓർത്താൽ അങ്ങനെ നിൽക്കും. അല്ലാണ്ട് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കാനൊന്നും പോകാറൊന്നുമില്ല. ഇപ്പോൾ ഈ സുവിശേഷ ഗ്രന്ഥം എടുത്തുകൊണ്ട് പുരോഹിതനീ വരുന്ന ആഘോഷമായ വരവ് 2 കാര്യങ്ങളാണ്. അന്ന് പറഞ്ഞ അതേ സുവിശേഷം ഇന്നത്തെ ജനത്തോട് പറയുന്നു. 2, ഞാൻ 2ാമത് ആഘോഷമായി എങ്ങനെ വരും? വാനമേഘങ്ങളിൽ ആ ദൈവദൂതന്മാരോടുകൂടി, അകമ്പടിയോടുകൂടി, കുരിശിൻ്റെ അടയാളമൊക്കെ കാണിച്ച് വലിയ ആഘോഷമായി വരും എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടി ഇതിനകത്തുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ ഭൂമിയിലാണ് നമ്മളായിരിക്കുന്നത്. നിങ്ങൾ ഭൂമി, ഇത് സ്വർഗം. ഈ സ്വർഗത്തിൽ നിന്ന് ഈശോ എഴുന്നള്ളി വരുമ്പോൾ നമ്മൾ എന്തായിരിക്കണം ചെയ്യേണ്ടത്? നമ്മുടെ മനോഭാവം എന്തായിരിക്കണം? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിന്നിടത്തു നിന്ന് തുള്ളി ചാടണം. നമ്മൾ തുള്ളി ചാടിയ ഇച്ചിരി കൂടുതലായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഒന്ന് അടക്കം ഒതുക്കത്തോടെ നിന്നിട്ട് എന്ത് ചെയ്യണം? ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ഇതങ്ങോട്ട് ഹൃദയത്തിൽ നിറഞ്ഞ് തുളുമ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയാൻ പറ്റില്ല അതെങ്ങനെയാ അത് അവതരിപ്പിക്കണേന്ന്. ഞാൻ ചില സമയത്ത് ഞാൻ അങ്ങോട്ട് ഈ കാലയിൽ നിന്നൊക്കെ അങ്ങോട്ട് അടുത്ത് നിൽക്കണം ഭ്രാന്താന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല. ഞാൻ അങ്ങോട്ട് നിറഞ്ഞു തുള്ളിപ്പോകും. ഞാൻ നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഇതാണെന്ന്. ഈശോയുടെ 2ാമത്തെ വരവ് വരുമ്പോ ഈശോ ദൈവദൂതന്മാരുടെ അകമ്പടിയോടുകൂടി വരുന്നത് നമ്മുടെ കണ്ണ് കാണുമോ? കാണില്ലേ? ഉറപ്പായിട്ട് പറ, കാണുമോ? കാണും. മരിച്ചവർ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പേ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്ന് പറഞ്ഞാൽ മരിച്ചവർ ആദ്യം ഉയർപ്പിക്കപ്പെടും. അവരും ജീവിച്ചിരിക്കുന്നവരുമായി നമ്മൾ ഒരുമിച്ചാണ് ആരെ സ്വീകരിക്കുന്നത്? കർത്താവിനെ സ്വീകരിക്കുന്നത്. ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഈ കാഴ്ചയുടെ മുൻ ആസ്വാദനമാണ് എവിടെ നടക്കുന്നത്? ഇവിടെ നടക്കുന്നത്. പക്ഷേ ഈ കാഴ്ച ഇവിടെ നടക്കുമ്പോൾ നമ്മുടെ ദൈവജനം, ഈശോ ഇങ്ങനെ വരുവാണ്, എല്ലാവരെയും നോക്കിക്കൊണ്ടാണ് വരുന്നത്. ദൈവജനം, ചില ആളുകൾ ഹല്ലേലൂയ, പുരോഹിതൻ അങ്ങോട്ട് പോയി ഹല്ലേലൂയ പാടി നമ്മളിവിടെ നിൽക്കുന്നു. അവിടുന്ന് വന്നു, ഇവിടെ വന്നു കഴിയുമ്പോഴേ എഴുന്നേക്കുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ കണ്ടിട്ടുണ്ടോ? ആ, അവർ വിചാരിക്കണേ ഞാൻ വരുന്ന പുള്ളിനേക്കാളും ഒട്ടും മോശമൊന്നുമല്ല, പുള്ളിഞ്ഞ് വരട്ടെ, വന്നിട്ട് എഴുന്നേറ്റാൽ മതിയല്ലോ, ഇനി വരുന്നതിന് മുമ്പ് എഴുന്നേക്കണേ എന്തിനാ എന്നുള്ള ഒരു മനോഭാവക്കാരുണ്ട്. അവരെന്ത് ചെയ്യും? അവരങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇവിടെ വന്ന് സമാധാനം നിങ്ങളോടുകൂടി എന്ന് പറയുമ്പോൾ പതുക്കെ മനസ്സോടെ എഴുന്നേക്കേണ്ട കാര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് എഴുന്നേറ്റേക്കാം, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയല്ലേ എന്നുള്ള മനോഭാവത്തോടു കൂടി എഴുന്നേക്കും. പക്ഷേ ഇന്ന് ഇവിടുന്ന് ഈ ബലിപീഠത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോയെ സ്വീകരിക്കാൻ നിങ്ങൾ കാണിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം, നിങ്ങളുടെ സന്തോഷം, അത് എത്ര ആത്മാർത്ഥതയോടെയാണോ ആ ആത്മാർത്ഥതയുള്ളവർക്കായിരിക്കും അന്ന് ഈശോ വരുമ്പം സ്വീകരിക്കുവാൻ
അവസരം കിട്ടുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ, ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഈശോയെ ബഹുമാനിക്കാൻ, സ്നേഹിക്കാൻ, ഈശോ വരുമ്പോഴുള്ള സന്തോഷം പ്രകടമാക്കാൻ കിട്ടുന്ന ഏക അവസരമാണ് ഈ സുവിശേഷം അറിയിക്കാൻ വരുന്ന ഈശോ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആ ഈശോയെ ഭയങ്കര സന്തോഷത്തോടുകൂടി മാലാഖമാരോടുകൂടി സ്വീകരിക്കുന്ന ഭാഗമാണ് എഴുന്നേറ്റ് നിന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആ പാട്ടങ്ങ് പാടുമ്പോൾ ശരിക്കും നമ്മൾ ഭൂമിയിലായിരിക്കരുത്. നിലത്ത് നിന്ന് ഒരടിയെങ്കിലും പൊങ്ങണം. ഇനി ഒരടി പൊങ്ങാൻ പറ്റിയില്ല, ഭാരം കൂടുതലാണെങ്കിൽ 1 ഇഞ്ചെങ്കിലും പൊങ്ങണം. ഇനി അത്രയും പൊങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഈ പെരുവിരലെങ്കിലും കുത്തിയൊന്ന് നിന്നിട്ട് ആ പാട്ട് പാടും എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും ആഘോഷമായി ഈശോയെ സ്വീകരിക്കാൻ, ഇന്ന് നിങ്ങൾക്ക് ഈശോയെ ബഹുമാനിക്കാൻ സാധിച്ചാൽ അന്ന് ഈ പാട്ട് ഈ പുരോഹിതൻ അങ്ങോട്ട് പോകുമ്പം തന്നെ ഈ സുവിശേഷം കേൾക്കാനുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് നിന്ന് കൈകൾ എങ്ങനെയായിരിക്കണം? ഹല്ലേലൂയ എങ്ങനെ ആയിരിക്കണോ? ഏതായിരിക്കണം നമ്മുടെ പൊസിഷൻ? ഇതാണ് നമ്മളുടെ പൊസിഷൻ. ദേവാലയത്തിൽ വന്നാൽ ദേവാലയത്തിൽ നിന്ന് പോകുന്നത് വരെ നമ്മളുടെ പൊസിഷൻ എന്തായിരിക്കണം? ഇതായിരിക്കണം. ഇത് നമ്മളുടെ കൊച്ചുമക്കൾ കാണുക. നിങ്ങൾ അവരെ പഠിപ്പിക്കാനൊന്നും പോകണ്ട, എടാ കൈകൂട്ടി പിടിച്ചേക്കുന്നൊന്നും പറയണ്ട. ഇതാണ് നമ്മളുടെ കൊച്ചുമക്കൾ കാണുന്നതെങ്കിൽ, ഈ നമ്മുടെ കൂട്ടത്തിൽ പള്ളിയിൽ വന്നു, അവൻ ആദ്യമൊക്കെ അലസമായി നടന്നു, ഇച്ചിയുടെ പ്രായമായപ്പോൾ വീണ്ടും ഇച്ചിയുടെ ഗൗരവത്തിൽ നിന്നു. ഇച്ചിയുടെ പ്രായമാകുമ്പം അവനോട് ആരും പറയണ്ട, അവൻ ഓട്ടോമാറ്റിക്കലി കൈകൾ കൂട്ടിപ്പിടിച്ച് നിൽക്കും. മനസ്സിലായോ? ഇന്ന് നമ്മളുടെ ഇളം തലമുറ ഈ ദൈവ ആരാധനയിൽ പ്രാതിനിധ്യം കാണിക്കുന്നില്ല, ബഹുമാനം കാണിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണക്കാരായിരിക്കണം? മുതിർന്ന തലമുറ കാണിച്ചു കൊടുത്തിട്ടുള്ള മാർഗങ്ങൾ. ഇപ്പൊ നിർഭാഗ്യവശാൽ നമ്മുടെ സിറോ മലബാർ പള്ളിയുടെ ഒരു ദേവാലയത്തിൽ ചെന്ന് നോക്കിയാൽ എന്തെല്ലാം വികൃതികളാണ് അവിടെ കാണുന്നത്. നല്ല ഇച്ചിരി പഠിപ്പുള്ള ആളുകൾ, ഇച്ചിരി ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ നല്ല ഉദ്യോഗസ്ഥരൊക്കെ ആണെങ്കിൽ അവരെഴുന്നേക്കില്ല, അവിടെ തന്നെ ഇരിക്കുള്ളൂ. ഇനി അവരുടെ കൈകൾ ഒരിക്കലും കൂടി വരില്ല. കൂടി വരുന്നവരാരുടെ കൈയായിരിക്കും? നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട, കറുത്ത, ആരും ശ്രദ്ധിക്കാത്ത, കൂലിപ്പണിയെടുത്ത് ദൈനംദിന മാർഗമില്ലാത്ത ആളുകൾ എന്ത് ചെയ്യും? അവർ കൈകൾ കൂട്ടിപ്പിടിച്ച് അവർക്ക് ഏറ്റവും വലിയവനാണ് ഈ ദൈവം എന്നുള്ള ആ മനോഭാവത്തോടു കൂടി നിൽക്കും. അല്ലാത്തവർ നമ്മുടെ മനോഭാവം ഏതാണോ അതനുസരിച്ചിട്ട് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ ഓരോരോ ശാരീരിക ഭാഷകൾ നമ്മുടെ ഇളം തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കും. ഞാൻ ഉദാഹരണം പറയാം. കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പറഞ്ഞ പ്രാർത്ഥന റൂഹാക്ഷണ പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ച് പറയാൻ സമയം കിട്ടിയാൽ പറയാം. ഈ റൂഹാക്ഷണ സമയ പ്രാർത്ഥനയിൽ ഇതുപോലെ ഒരു കൊച്ച് എൻ്റെ അടുത്ത് നിൽക്കുക. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എഴുന്നേറ്റ് നിന്ന് കൈകൂട്ടി പിടിച്ച് നിൽക്കടാന്ന് പറഞ്ഞു. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് കൈകൂട്ടി പിടിച്ചു നിന്നു. പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഒരാഴ്ച ആ കൊച്ച് അങ്ങനെ തന്നെ നിന്നു. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇതുപോലെ റൂഹാക്ഷണ പ്രാർത്ഥനയിൽ വേറൊരു ചേട്ടൻ അവിടെ വന്നിട്ട് ഇങ്ങനെ കാലും ഏറ്റ് വെച്ച് ഇങ്ങനെ ഇരിക്കുക. പുള്ളി ബെഞ്ചയിലിരിക്കുക. അപ്പം ഞാൻ ഇവനോട് റൂഹാക്ഷണ പ്രാർത്ഥന വന്നിട്ട് ചേട്ടനോട് പറയാൻ പറ്റില്ലല്ലോ, നീ ആരടാന്ന് ചോദിക്കില്ല. ഈ കൊച്ചിനോട് പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കടാന്ന് പറഞ്ഞപ്പം അവൻ ഈ പുള്ളിനെ നോക്കിയിട്ട് പറഞ്ഞു ഇങ്ങനെ കാണിച്ചു. അവൻ അവിടെ തന്നെ ഇരുന്നു, എഴുന്നേറ്റില്ല. അപ്പോ ദേവാലയത്തിൽ വന്ന് തിരിച്ചു പോയി കഴിയുമ്പം ഒരു കെട്ട് പാപങ്ങളുമായിട്ട് തിരിച്ചു പോകാൻ നമുക്ക് ഇടവരാതിരിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ ഉതപ്പ് കൊടുക്കുന്നവൻ എന്നാ ചെയ്യണമെന്നാ പറഞ്ഞേക്കണേ? അവൻ്റെ കഴുത്തേൽ എത്തരത്തിലുള്ള കല്ല കെട്ടണ്ടേ? തിരികല്ല് തന്നെ, വേറെ സാധാരണ കല്ല് കിട്ടിയ തന്നെ കുഴപ്പം. തിരികല്ല് പൊങ്ങിപ്പോരാൻ ബുദ്ധിമുട്ടാണ്. എന്ന് പറഞ്ഞാൽ ഉതപ്പ് കൊടുക്കണവൻ സമൂഹത്തിൽ അവൻ്റെ തല കാണരുത്. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ കൊച്ചു ജീവിതത്തിൽ നമ്മൾ എത്ര പേർക്ക് ഉതപ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. ദേവാലയത്തിൽ വന്ന് നമ്മളുടെ നിപ്പ്, നമ്മുടെ ഇരിപ്പ്, നമ്മുടെ
ആക്ഷൻ ഓരോന്ന് കണ്ട് ഏതെങ്കിലും കുഞ്ഞിനോ ഏതെങ്കിലും വ്യക്തിക്കോ മുതപ്പിന് കാരണമായിട്ടുണ്ട് എങ്കിൽ നമ്മളുടെ വിശുദ്ധ കുർബാന നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം ചെയ്യാതെ പോകുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈ വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഈ ദേവാലയത്തിൽ ഈ സ്ഥലത്ത് മാലാഖമാര് ഉണ്ടോ ഇല്ലയോ? ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? മാലാഖമാര് വിശുദ്ധ കുർബാനയുടെ സമയത്ത് ഇവിടെ ഉണ്ടെന്ന് പറയുന്ന ഭാഗം ഏതാന്ന് പറയാവോ? മാലാഖമാര് കുർബാനയുടെ സമയത്ത് ഈ ബലിപീഠത്തിൽ ഉണ്ട് എന്ന് വിശുദ്ധ കുർബാനയിൽ പറയുന്ന ഭാഗം ഓർക്കെ പറഞ്ഞു. അവസാനിക്ക് കറക്റ്റ് ഒരു ക്രിസ്ത്യാനിയിൽ കിട്ടി. അവസാനിക്ക് മുമ്പുള്ള ഭാഗം ചിലരുടെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റും. സ്വർഗവാസികളുടെ 1000-ങ്ങളും മാലാഖമാരുടെ 10,000-ങ്ങളും മഹോന്നതനായ അങ്ങേ എങ്ങനെ ആരാധിക്കുന്നു? കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ആരോട് ചേർന്ന് അവർ പരിശുദ്ധരും അരൂപികളും ക്രോവേന്മാരും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഈ മാലാഖമാരോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. സ്വർഗവാസികളുടെ 1000-ങ്ങൾ മാലാഖമാരുടെ 10,000-ങ്ങൾ മഹോന്നതനായ ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. ഇങ്ങനെ പ്രകീർത്തിക്കുന്നേ: പരിശുദ്ധൻ പരിശുദ്ധൻ നിരന്തരം മുഴങ്ങുന്നു. ഇഹ പരമഖിലവും മഹിമയാൽ ഹോശാന ഹോശാന ദാവി ഹോശാന ഹോശാന ദാവീദാത്മജനോശാന. അല്ലേ? എന്തൊരു രസം, എന്തൊരു സ്വർഗീയം, എന്തൊരു മനോഹരം, എന്തൊരു ആനന്ദകരം. പക്ഷെ നിർഭാഗ്യവശാൽ നമുക്കത് ഫീൽ ചെയ്യുന്നു. എന്തെന്നാൽ നമ്മളിൽ എന്തില്ല? നമ്മളിൽ ദൈവസ്നേഹമില്ല. വീണ്ടും പറയുന്നുണ്ട്, മാലാഖമാരെ എങ്ങനെ നിൽക്കുന്നു. ഇവിടെ വൈദികൻ തിരുശരീരവും തിരുരക്തവും മുറിക്കുമ്പോൾ മാലാഖമാരുടെ പൊസിഷൻ, അവരുടെ മനോഭാവം, അവരുടെ അവസ്ഥ എങ്ങനെയാണ് എന്ന് വീണ്ടും നമ്മൾ പാടുന്നുണ്ട്. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ, ക്രോവേൻ ശ്രാപ്പേന്മാർ, ഉന്നത ദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു. പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിന്മേ വിഭജിക്കും വൈദികനെ വീക്ഷി. സ്വർഗം ഫുൾ സെറ്റപ്പാണ് എന്ന് പറഞ്ഞാൽ ക്രോവേന്മാരും ശ്രാപ്യന്മാരും ഒക്കെ ഈ മനുഷ്യർക്ക് കൊടുക്കാൻ പോകുന്ന ഈ ദൈവത്തിന്റെ ശരീരം മുറിക്കുന്ന വൈദികൻ, ഈ വൈദികൻ എന്ത് ഭാഗ്യപ്പെട്ട മനുഷ്യനാ. ഈ വൈദികൻ ആരുടെ ശരീരം എടുക്കുന്നേ? തന്നെ സൃഷ്ടിച്ച ദൈവത്തിന്റെ ശരീരം മുറിക്കുന്ന വൈദികൻ. ആ വൈദികനെ ആരാ നോക്കി നിൽക്കുന്നത്? മാലാഖമാര് നോക്കി നിൽക്കുക. വൈദികൻ എന്ത് ഭാഗ്യപ്പെട്ട മനുഷ്യൻ. പിന്നെ മാലാഖമാര് നോക്കുക, ഈ ദൈവത്തിന്റെ ശരീരം ഭക്ഷിക്കുന്ന ഈ മനുഷ്യർ എത്രയോ ഭാഗ്യപ്പെട്ട മനുഷ്യർ. അങ്ങനെ സ്വർഗം ഭയങ്കര ആദരവോടും ബഹുമാനത്തോടും ഭക്തിയോടും കൂടെ നിൽക്കുമ്പോഴാണ് മനുഷ്യൻ വളരെ നിസ്സാരമായി.
കാരണം ഇതെന്നും നടക്കുന്നതാണ്. ആ വൈദികൻ അങ്ങനെയാണ്, ഈ വൈദികൻ ഇങ്ങനെയാണ്, അവരങ്ങനെയാണ്, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞ് നമ്മളിതിനെ നിസ്സാരമാക്കി കാണുന്നു. ഈശോയുടെ ഹൃദയം ഒരു കുർബാന കഴിയുമ്പം സന്തോഷമായിരിക്കുമോ വിഷമായിരിക്കുമോ? ഓരോ വ്യക്തികളെ കുറിച്ച് ഓർക്കായിരിക്കും. ചിന്നമ്മയെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, മറിയമ്മനെ ഓർത്ത് ഞാൻ സന്തോഷിക്കുന്നു, പാപ്പച്ചനെ ഓർത്ത് സന്തോഷിക്കുന്നു, അവനെ ഓർത്ത് എനിക്ക് വേദനയാണ്, ഇവളെ ഓർത്ത് എനിക്ക് വേദനയാണ്, ആ കൊച്ചിനെ ഓർത്ത് എനിക്ക് വേദനയാണ്, ഈ കൊച്ചിനെ ഓർത്ത് എനിക്ക് വേദനയാണ്. കർത്താവ് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് വിശുദ്ധ കുർബാനയുടെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് റൂഹാക്ഷണ പ്രാർത്ഥന. കണ്ടിട്ടുണ്ടോ? റൂഹാക്ഷണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ആരെ ക്ഷണിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ്. ഈ പരിശുദ്ധാത്മാവ് വരുന്നതിന് മുമ്പായിട്ട് ശുശ്രൂഷിയായ മാലാഖ നമ്മളോട് ഒരു കാര്യം പറയാറുണ്ട്. ശ്രദ്ധിക്കാറുണ്ടോ? നശവശ എന്ന് പറയരുത്, നല്ല ചുണയ്ക്ക് പറയും. നിശബ്ദരായി. ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വലിയ മെച്ചപ്പെട്ട സമൂഹം കേട്ടോ. നിങ്ങൾ സ്വർഗരാജ്യത്തിൽ നിന്ന് അകലെയല്ല, പക്ഷെ കയറിയിട്ടില്ല. നിങ്ങൾ നിശബ്ദരായി എങ്ങനെ പ്രാർത്ഥിക്കണം? ഈ സ്വർഗത്തിൽ നിന്ന് ഈ മാലാഖ പറയുന്ന ഓരോ വാക്കിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അത് അക്ഷരം പ്രതി നമ്മൾ അനുസരിക്കേണ്ടതുമാണ്. നിങ്ങൾ നിശബ്ദരായി. നിശബ്ദർ എന്ന് പറഞ്ഞാൽ ആന്തരിക നിശബ്ദതയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. വേറെ കാര്യങ്ങൾക്കൊന്നും പോകരുത്. വരുന്നയാള് അത്ര പ്രധാനപ്പെട്ട ആളാണ്. അതുകൊണ്ട് ഈ ആളെ സ്വീകരിക്കുവാൻ നിങ്ങൾ എങ്ങനെ നിൽക്കണം? ആദരപൂർവം നിൽക്കണം. ആദരപൂർവം, ബഹുമാനത്തോടു കൂടി വേണം. കാരണം വരാൻ പോകുന്നത് റൂഹായാണ്. റൂഹായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഹ പറയുകയാണ്, റൂഹായനെ പുരോഹിതം വിളിക്കുക, സഭ വിളിക്കുകയാണ്. ആരെ? പരിശുദ്ധാത്മാവിനെ. ഔദ്യോഗികമായ വിളിയാണ്. നിങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ 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 എന്നൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ? റൂഹായ വരണമേ നിറയണമേ വരണമേ നിറയണമേ കുറേ പറഞ്ഞിട്ട് അങ്ങ് പോകില്ല. അല്ലാണ്ട് റൂഹ വന്നതായിട്ടും നിറഞ്ഞതായിട്ടൊന്നും ചിലർക്ക് ഫീലിംഗ് ഉണ്ടാവും, ചിലർക്കൊന്നും ഫീലിംഗ് ഉണ്ടാവില്ല. വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ സഭ ഔദ്യോഗികമായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഇറക്കുന്ന സമയമാണ്. ഈ സഭ റൂഹായുടെ ആരാ? റൂഹായുടെ മണവാട്ടിയാണ് സഭ. ഈശോയുടെ മണവാട്ടിയാണ് സഭ. അപ്പൊ സഭ വിളിക്കുമ്പോൾ റൂഹ വരുമോ വരാതിരിക്കുമോ? നിർബന്ധമായും ഏക സ്ഥലം ഔദ്യോഗികമായി റൂഹായെ വിളിച്ചു വരുത്തുന്ന സ്ഥലം ഇതാണ്. ഇവിടെ റൂഹ നിശ്ചയമായും വന്നിരിക്കും. പിടികിട്ടിയോ? അപ്പൊ റൂഹ വരുന്നതിന് മുമ്പ് നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ നിശബ്ദരായി എങ്ങനെ പ്രാർത്ഥിക്കണം? ആദരവോടുകൂടി പ്രാർത്ഥിക്കണം. ഞാൻ പ്രാർത്ഥിക്കുന്ന കേട്ടോ. നിങ്ങളോട് അങ്ങനെ പ്രാർത്ഥിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ റൂഹ വേറെ പ്രാർത്ഥന വരും. ഞാൻ റൂഹ വരുമ്പം റൂഹായെ നന്ദി, സ്തുതി, ആരാധന, എല്ലാ സ്തുതിയും ബഹുമാനവും ആദരപൂർവ്വം ബഹുമാനം കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. എല്ലാ സ്തുതിയും ബഹുമാനവും ആരാധനയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. റൂഹായെ നന്ദി, സ്തുതി, ആരാധന എന്നിങ്ങനെ റൂഹായെ കുറച്ചു നേരം സ്തുതിക്കും. റൂഹായുടെ വരുന്ന വരവില് ഇപ്പൊ പുരോഹിതൻ എങ്ങനെയാ പിടിക്കണേ? കൈ എങ്ങനെയാ പിടിക്കണം? ആദ്യം കൈ ഇങ്ങനെയായിരുന്നു പിടിച്ചേ. ഇപ്പൊ കൈ എങ്ങനെ പിടിക്കണേ? ഇങ്ങനെ കമത്തി പിടിക്കും. കമത്തി പിടിച്ചിട്ട് റൂഹായോട് പറയാം എന്തൊക്കെ ചെയ്യണം എന്നാ പറയണേ. ഇച്ചിരി ഉറക്കെ. ഈ കുർബാനയിൽ ആശീർവദിക്കണമെന്നല്ല, ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. അപ്പൊ റൂഹ ബന്ധപ്പെട്ട് ഭയങ്കര ഒരു കാര്യം നടക്കാൻ പോകുന്നത്. ഇതുവരെ തിരുശരീര രക്തങ്ങൾ അതിൻ്റെ പരിപൂർണതയിലേക്ക് വരാൻ പോവുകയാണ്. തിരുശരീര രക്തങ്ങൾ നമ്മുടെ സജീവമാക്കുകയാണ്, അതിനെ ജീവനുള്ളതാക്കി തീർക്കുകയാണ്. തിരുശരീര രക്തങ്ങളെ സജീവമാക്കുന്ന പ്രവൃത്തിയാണ് റൂഹ വന്ന് ചെയ്യുന്നത്. റൂഹയുടെ പുരോഹിതൻ പറയുകയാണ്, ഈ കുർബാനയിൽ ആവസിച്ച്
ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. അപ്പൊ ഈ കുർബാനയിൽ ആരുണ്ട്? ഈ തരിശരീര രക്തങ്ങളോടൊപ്പം ആരൊക്കെയുണ്ട്? നമ്മളുണ്ടോ? നമ്മളുടെ കാവൽ മാലാഖയുടെ കയ്യിൽ നമ്മളെ കൊടുത്തു വിട്ടില്ലായിരുന്നോ ഇവിടെ വന്ന്? അപ്പൊ ഈ ബലിപീഠത്തിൽ ഈ തിരുശരീരങ്ങളോടൊപ്പം ആരുണ്ട്? നമ്മളും ഉണ്ട്. അപ്പൊ ഈ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയണ്ടേ? നമ്മളെന്താ ആവശ്യപ്പെടേണ്ടേ? റുഹായുടെ സ്പെഷ്യലായിട്ട് നിങ്ങൾ ആവശ്യപ്പെടാറില്ല, അത് ആവശ്യപ്പെട്ടു പറഞ്ഞ് ചാടി പറഞ്ഞേന്. ആ റൂഹ ഈ കുർബാനയിലേക്ക് എഴുന്നുള്ള റൂഹയെ ഞാനങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെയും എൻ്റെ ബലിവസ്തുക്കളുടെ മേലും ആവസിച്ച്, നിങ്ങളുടെ വീട്ടിൽ ഗുരുത്തക്കേടുള്ള ഒരു കൊച്ചുണ്ടെന്ന് വിചാരിച്ചു. ആ കൊച്ചു നന്നാകുന്ന സമയമാണ് ഇപ്പം. പറഞ്ഞാൽ അനുസരിക്കാത്തൊരു കൊച്ചുണ്ട്, പഠിക്കാൻ ബുദ്ധിയില്ലാത്തൊരു കൊച്ചുണ്ട്, മറ്റേ മദ്യം മയക്കുമരുന്നിന് അടിമപ്പെട്ടവരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്. ഇവർക്കെല്ലാം ഒരു മാറ്റം വരുന്ന സംഭവമാണ് ഈ റൂഹ വന്ന് ചെയ്യാൻ പോകുന്നത്. റൂഹ അപ്പൊ റൂഹ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിലേ പരിഗണിക്കപ്പെടുകയുള്ളൂ, ഇല്ലെങ്കിൽ മുട്ടിയാലേ തുറക്കുള്ളൂ. മുട്ടാത്തവൻ അവിടെ നിൽക്കുകയുള്ളൂ, തുറക്കപ്പെട്ടു കിട്ടുന്നില്ല. അതുകൊണ്ട് ആപ്ലിക്കേഷൻ നിങ്ങൾ പറയുകയാണ്, റൂഹായെ എൻ്റെ മേലും എൻ്റെ ബലിവസ്തുക്കളുടെ മേലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യണമേ. നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയെ പറയുന്നുണ്ട്, ആ വ്യക്തിയുടെ പേരെടുത്ത് പറഞ്ഞിട്ട് അവൻ്റെ മേൽ ആവസിച്ച് അവനെ ആശീർവദിക്കണമേ, പവിത്രീകരിക്കണമേ. നിങ്ങളെയും നിങ്ങളുടെ ബലിവസ്തുക്കൾക്കും ജീവനുണ്ടാകുന്ന, സ്വർഗീയ ജീവനുണ്ടാകുന്ന, മാറ്റമുണ്ടാകുന്ന ഒരു സമയമാണ് റൂഹാക്ഷണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്. അപ്പൊ റൂഹ വന്നു, നമ്മെ ആശീർവദിച്ചു, പവിത്രീകരിച്ചു, അല്ലേ? ഇപ്പൊ നമ്മൾ ആദ്യം നിന്ന അവസ്ഥയിൽ നിന്ന് എന്തായി? വന്നു, ആദ്യത്തെ അനുരഞ്ജനം നടന്നു. ഇവിടെ കൃപയുടെ സമുദ്രത്തിൽ കഴുകി, കൃപയാലും അനുഗ്രഹത്താലും പാവങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കി. റൂഹ വന്നു, നമ്മളുടെ മേൽ ആവസിച്ചു, നമ്മളെ ആശീർവദിച്ചു, പൗത്രീകരിച്ചു. ആദ്യം വന്ന് നിന്ന അവസ്ഥയാണോ? മെച്ചപ്പെട്ടില്ലേ? മെച്ചപ്പെട്ടു. നമ്മൾ സ്വർഗത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഞാൻ ഈശോ മിശിഹായെ സ്വീകരിക്കാൻ, നമ്മൾ വിശുദ്ധ ജനമാക്കുവാനുള്ള കർത്താവിൻ്റെ പദ്ധതിയിൽ നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് റൂഹ വന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. എന്ത് മനസ്സിലായത്? ഈശോ എത്ര വലിയവനാണ്, നമ്മളെത്ര ചെറുതാണ്. ദൈവം എത്ര വലിയവനാണ്, നമ്മളെത്ര നിസ്സാരക്കാരാണ്. അപ്പോ ആ പ്രാർത്ഥനയും കഴിഞ്ഞ്, കർത്താവെ ഞങ്ങൾ അയോഗ്യരാകുന്നു. എന്തോരം അയോഗ്യരാകുന്നു? ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. റൂഹ വന്നപ്പം ദൈവം എത്ര വലുതാണെന്നും നമ്മളെത്ര ചെറുതാണെന്നും മനസ്സിലായി. അവിടെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, കർത്താവെ ഞങ്ങൾ തീർത്തും. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത്? എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവിതായകവും നിങ്ങളുടെ കാരുണ്യത്താൽ ഞങ്ങളെ അടുപ്പിക്കുന്നു. നിങ്ങളുടെ കാരുണ്യമാണ് ഞങ്ങളെ അടുപ്പിച്ചിവിടെ നിർത്തിയിരിക്കുന്നത്. അത്രയും കാര്യം മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് ഈശോ വീണ്ടും പറയുകയാണ്, നമ്മൾ പറയുകയാണ്, നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും. അപ്പോഴാണ് വീണ്ടും ഒരു കാര്യം മനസ്സിലായത്, ഈ കർത്താവിൻ്റെ ശരീരവും രക്തവും ഭക്ഷിക്കാൻ നമുക്ക് ഒട്ടും യോഗ്യതയില്ല. വീണ്ടും ശുശ്രൂഷി അടുത്ത വടിയായിട്ട് വരുവാണ്. എന്നിട്ട് പറയാണ്, നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും എങ്ങനെ സമീപിക്കാം? ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. എന്നിട്ട് പറയാണ്, ഇനിയും അങ്ങോട്ട് അടുക്കുന്നതിന് മുമ്പ് അല്പമെങ്കിലും എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റിക്കളയാം. ബാക്കി പറഞ്ഞ നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവർക്കും പ്രത്യാദരങ്ങളോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചും നമുക്ക് സകലത്തിൻ്റെയും നാഥനായി ദൈവത്തോട് കൃപയും
പാപമോചനവും യാചിക്കുകയും ചെയ്യാം. എന്നാൽ നമ്മൾ എന്തു പറയും? അങ്ങയുടെ ദാസരുടെ അപരാധങ്ങളും ഇനിയും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ക്ഷമിക്കണമേ. വീണ്ടും പറയാണ്, ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷിയെ, നിങ്ങളുടെ മനസാക്ഷിയിൽ ഈശോയ്ക്ക് കടന്നു വരാൻ എവിടെയെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അപ്പൊ വീണ്ടും ഒന്നോടെ നമ്മളൊന്ന് ക്ലിയർ ആക്കുക. നമ്മൾ ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് മനസാക്ഷിയെ ശുദ്ധീകരിച്ചു. വീണ്ടും പറയാണ്, കർത്താവേ, അങ്ങയുടെ ദാസരുടെ ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന്. ഈ ശത്രുത എന്ന് പറയുന്ന സംഗതി പെട്ടെന്നങ്ങ് പോണത്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി റോട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് നമ്മുടെ ചെവിയിൽ വന്ന് ഒരാൾ പറയാ, എടി, എന്നാലും നിന്നെക്കുറിച്ച് അവള് പറഞ്ഞത് ഇങ്ങനെയാണ്. ആഹാ, അങ്ങനെ പറഞ്ഞോ അവള്? ഇത്രയും സംഭവം മതി. എന്തായി? അവളെക്കുറിച്ചൊരു ബ്ലാക്ക് മാർക്ക് രൂപപ്പെട്ട് കഴിഞ്ഞു. പിന്നെ എനിക്ക് അവളോട് ശത്രുതയൊന്നും ഇല്ല കേട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞാലും എന്തോ ഒരു പാട് അവിടെ കിടപ്പുണ്ട്. അവിടെ ഇത് മാറണമെങ്കിൽ എന്ത് വേണം? ദൈവത്തിൻ്റെ കൃപ തന്നെ വേണം. പാപം നമ്മളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നമ്മൾ എന്തിൻ്റെ കീഴിലാണ്? കൃപയ്ക്കു കീഴിലാണ്. പാപം നമ്മളുടെ മേൽ ഭരണം നടത്താതിരിക്കണമെങ്കിൽ നമ്മൾ എന്തിൻ്റെ കീഴിലായിരിക്കണം? കൃപയ്ക്ക് കീഴിലായിരിക്കണം. അപ്പൊ ഈ കൃപയ്ക്കു കീഴിൽ നമ്മെ കൊണ്ടുവരുന്ന ഏക കൂദാശിയാണ് ഏത്? വിശുദ്ധ കുർബാന. എപ്പോഴൊക്കെയാ കൃപ നമുക്ക് തരുന്നേ? എന്നിട്ട് പറഞ്ഞേ, കൂദാശ സ്വീകരിക്കുമ്പോൾ. അല്ലാണ്ട് കൃപ, ഡയറക്റ്റ് കൃപ നിങ്ങൾക്ക് തരുന്നത് മിശിഹ കർത്താവിൻ കൃപയും പിതാവിൻ റൂഹാതൻ കൃപയാണോ ഒഴുക്കിയേ? എവിടെന്നാ ഒഴുക്കിയേ? ബലിപീഠത്തിൽ നിന്ന്. ബലിപീഠം എന്തിൻ്റെ ഭാഗമാണ്? സ്വർഗത്തിൻ്റെ ഭാഗമാണ്. സ്വർഗത്തിൽ നിന്ന് കൃപ ഡയറക്റ്റ് മനുഷ്യരിലേക്ക് ഒഴുകുന്ന സമയമാണിത്. 2 പ്രാവശ്യം ഈ കൃപ വർഷിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ ഈ ആമേൻ നമ്മൾ പറഞ്ഞു കഴിയുമ്പം നമ്മളിൽ എന്ത് പൂർത്തിയാകണം? കൃപ പൂർത്തിയാകണം. ഇത് നമ്മൾ പുരോഹിതൻ പാടുന്നു, നമ്മൾ ആമേൻ യാന്ത്രികമായി ചൊല്ലി കടന്നു പോകുന്നു. മിശിഹ കർത്താവിൻ്റെ കൃപയോ പിതാവേ അങ്ങയുടെ സ്നേഹമോ റൂഹായുടെ സഹവാസമോ ഇതൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഫീൽ ചെയ്യണമെങ്കിൽ എവിടെ ചെയ്യണം? ഇതാണ്, ഹൃദയമൊരു ബലിപീഠമായി. ബാക്കിയില്ലേ? ഇവിടെ ഇല്ലേ ആ പാട്ട്? ഹൃദയമൊരു ബലിപീഠമായി അലങ്കരിച്ചിടാം. കുർബാന തുടങ്ങുന്നതിന് മുമ്പ് പാടുന്നുണ്ട്, ബലി തുടങ്ങാൻ സമയമായി ബലിവേദി നടന്ന ആ പാട്ടില്ലേ ഞങ്ങളുടെ നാട്ടിലത്? അതിനകത്താണ് പറയുന്നത് ഹൃദയം ഒരു ബലിപീഠമായി. അപ്പൊ ഹൃദയം ബലിപീഠമാക്കിയവന്റെ ഹൃദയത്തിലാണ് എന്ത് പറയുന്നത്? മിശിഹ കർത്താവിൻ കൃപയും പിതാവിന്റെ സ്നേഹവും റൂഹായുടെ സഹവാസവും കൂടുകൂട്ടി നിന്റെ ഹൃദയം എന്തായിത്തീരുന്നു? സ്വർഗത്തിന്റെ പ്രതീകമായി, ത്രിത്വൈക ദൈവം വസിക്കുന്ന ഒരിടമായി നിന്റെ ഹൃദയം മാറി ആ സ്വർഗമാകുന്ന വ്യക്തിയാണ് നടന്നു പോകുന്നത്. അപ്പൊ ഈ കൃപ, അപ്പോ ഈ കൃപയ്ക്ക് കീഴിൽ നമ്മെ കൊണ്ടുവരുന്ന കൂദാശിയാണ് വിശുദ്ധ കുർബാന. അനുദിനം കൃപയ്ക്ക് കീഴിൽ നമ്മെ കൊണ്ടുവരുന്ന കൂദാശിയാണ്. കാരണം ഇന്ന് നമ്മൾ സമ്പൂർണ്ണ കൃപാവരം സ്വീകരിച്ചു പോയി. അതിനുശേഷം നമ്മൾ നമ്മുടെ ഭൂമിയിലെ സാധാരണ വർക്കുകൾ ചെയ്തു. അവളെ കണ്ടുമുട്ടി, ഇവനെ കണ്ടുമുട്ടി, അവരെ കണ്ടുമുട്ടി, അവരെ കണ്ടുമുട്ടി, അവരോട് ആ വർത്താനം പറഞ്ഞ് ഈ വർത്താനം പറഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എന്തായി? കൃപ ശൂന്യമായി ചോർന്നു പോയി. വീണ്ടും എന്ത് ചെയ്യണം? റീഫിൽ ചെയ്യണം, നിറയ്ക്കണം. പിറ്റേ ദിവസം എന്ത് ചെയ്യണം? വിചാരം, വാക്ക്, ചിന്ത, പ്രവൃത്തി, ഉപേക്ഷ, നോട്ടം, ശ്രവണം, സംസാരം, സ്പർശനാവയ്ക്കുള്ള ആഗ്രഹം,
ഇവയിലൂടെ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ എല്ലാ പാപങ്ങളും ക്ഷമിക്കണമേ. ജഡികാസക്തി, ഭക്ഷണാസക്തി, ദ്രവ്യാസക്തി, അസൂയ, കോപം, അഹങ്കാരം, അലസത, അനുസരണക്കേട്, അശ്രദ്ധ, അവിശ്വസ്തത, ഇവയിലൂടെ അറിഞ്ഞും അറിയാതെയും ചെയ്ത പാപങ്ങൾ ക്ഷമിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രധാനപ്പെട്ട കുറേ ഭാഗങ്ങൾ കഴിഞ്ഞു. ഒരു 2-3 അപ്പൊ ഇതും കൂടി അങ്ങ് പറഞ്ഞ് തീർത്തേക്കാം. കൃപ നമ്മളിൽ സമ്പൂർണമാകുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം, അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഉറച്ചു പിടിച്ചോളണം. സമ്പൂർണ്ണ കൃപാവരമാണ് വിശുദ്ധ കുർബാന സ്വീകരണം. ഇതിനപ്പുറത്തേക്ക് കൃപ തരാൻ ദൈവത്തിനൊന്നുമില്ല. കാരണം പിതാവിന് തൻ്റെ പുത്രന്റെ ശരീരമാണ്, പുത്രന്റെ രക്തമാണ് തന്നത്. ഇതിനപ്പുറത്തേക്ക് തരാനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണ കൃപാവരമാണ്. ഇനി 2-3 കാര്യങ്ങളോട് പറയാനുണ്ട്. അതായത് ശബ്ദമുയർത്തി പാടുവിൻ എന്ന് പറയുമ്പോൾ ശബ്ദമുയർത്തി പാടിയില്ലെങ്കിൽ കുർബാനയിൽ നിന്ന് കൃപ ഒഴുകില്ല. ശബ്ദം ഉയർത്താൻ പറഞ്ഞാൽ ശബ്ദം ഉയർത്തണം. അതുകൊണ്ട് പിന്നെ ഒന്നായി ഉച്ചസ്വരത്തിലവർ പാടില്ലേ, ഉച്ചസ്വരത്തിൽ പാടണം. ഉച്ചസ്വരത്തിൽ പാടാൻ പറയുമ്പോൾ ഉച്ചസ്വരത്തിൽ, നിശബ്ദരായി എന്ന് പറയുമ്പോൾ നിശബ്ദരായി. അപ്പോഴാണ് ഇത് പൂർത്തിയാകുക.